إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اتقوا الله عباد الله. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളിലും പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നമ്മൾ അനുഷ്ഠിക്കുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ത്യാഗോജലമായ ജീവിതത്തെക്കുറിച്ചും ആ പ്രവാചകനിലൂടെ അള്ളാഹു നമുക്ക് നൽകിയ ഹജ്ജ്, അതുപോലെ തന്നെ ഉദ്ഹിയ്യത്ത് എന്ന മഹത്തായ കർമ്മങ്ങളെക്കുറിച്ചുമാണ് കഴിഞ്ഞ 3 ഖുതുബകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി സഹോദരങ്ങളെ,
അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ ദുൽഹിജ്ജ മാസത്തിലേക്കാണ് നാം പ്രവേശിക്കാനിരിക്കുന്നത്. ഈ ഒരു പവിത്ര മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. നോക്കൂ, ചില പ്രവാചകന്മാർക്ക് ചില പ്രവാചകന്മാരെക്കാൾ അല്ലാഹു പ്രത്യേകത നൽകിയിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാമിനേക്കാൾ, മൂസാ നബി അലൈഹിസ്സലാമിനേക്കാൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനേക്കാൾ പ്രത്യേകതയുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ചില സ്ഥലങ്ങൾക്ക് ചില സ്ഥലങ്ങളെക്കാൾ പ്രത്യേകത നൽകിയിട്ടുണ്ട്. ഈ പുൽപ്പറമ്പ് മസ്ജിദിൽ വെച്ച് നമ്മളൊരു ജമാഅത്ത് നമസ്കാരം നിർവഹിച്ചാൽ കിട്ടുന്ന പ്രതിഫലമല്ല മസ്ജിദുൽ ഹറമിൽ വെച്ചും അതുപോലെ തന്നെ മസ്ജിദുൻ നബവിയിൽ വെച്ച് നമസ്കരിക്കുന്നത്. സ്ഥലങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. ചില ദിവസങ്ങൾക്ക് ചില ദിവസങ്ങളെക്കാൾ പ്രത്യേകത നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച ദിവസത്തേക്കാൾ മറ്റുള്ള ദിവസങ്ങളെക്കാൾ പ്രത്യേകത നൽകപ്പെട്ട ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള്. ആകാശഭൂമികൾ അല്ലാഹു സൃഷ്ടിച്ച ദിവസം രേഖപ്പെടുത്തിയതിനനുസരിച്ച് മാസങ്ങളുടെ എണ്ണം അത് 12 ആകുന്നു. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങളെ അള്ളാഹു പവിത്രമാക്കി, യുദ്ധം നിഷിദ്ധമാക്കി. അതാണ് നേരത്തെ പറഞ്ഞത്, ചില മാസങ്ങൾക്കും ചില മാസങ്ങളെക്കാൾ റബ്ബ് പ്രത്യേകത നൽകിയിട്ടുണ്ട്. ആ മുഹറം, റജബ്, ദുൽഖഅദ്, ദുൽഹിജ്ജ എന്നീ മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രത്യേകതയുള്ള പ്രതിഫലമുള്ള മാസമേതെന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് ദുൽഹിജ്ജ മാസമാണ്. നോക്കൂ, ഈ ദുൽഹിജ്ജ മാസത്തിന് ഏറ്റവും വലിയ പ്രത്യേകത വരാനുള്ള കാരണം അതിന്റെ ആദ്യ 10 ദിവസങ്ങളാണ്, നമ്മിലേക്ക് കടന്നു വരുന്ന 10 ദിവസങ്ങൾ. നോക്കൂ, ആ 10 ദിവസങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വൽ ഫജ്രി വലയാലിൻ അശ്ർ. വൽ ഫജ്ർ, പുലരി തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, 10 രാത്രികൾ തന്നെയാണ് സത്യം. ഈ ആയത്തുകളെ വിശദീകരിച്ച് ഇമാം തബരിയെ പോലെയുള്ള, ഇബ്നു കസീർ റഹിമഹുള്ളയെ പോലെയുള്ള മുഫസ്സിരീങ്ങൾ പറയുന്നത്, അൽ ലയാലി അൽ അശ്റു അൽ മുറാദു ബിഹാ അൽ അശ്റു ദിൽ ഹിജ്ജ. ഈ 10 രാത്രികളെ തൊട്ട് അല്ലാഹു സത്യം ചെയ്തത് ദുൽഹിജ്ജ മാസത്തിലെ 10 രാത്രികളെ കുറിച്ചാണ്. എന്താ സഹോദരങ്ങൾ നമ്മൾ കേൾക്കുന്നത്? ഈ ദുൽഖഅദ് അവസാനിച്ച് ദുൽഹിജ്ജ മാസം നമ്മിലേക്ക് വരാനിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യത്തെ സത്യപ്പെടുത്തണമെങ്കിൽ വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. വല്ളുഹ, ഒരുപാട് കാര്യങ്ങൾ, വശംസി വൽ ഖമർ, അല്ലാഹു ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് സത്യം ചെയ്തു പറഞ്ഞിട്ടുണ്ട്. വലയാലിൻ അശ്ർ, 10 രാത്രികൾ തന്നെയാണ് സത്യം എന്ന് അല്ലാഹു സത്യപ്പെടുത്തിയ രാത്രി നമ്മിലേക്ക് സഹോദരങ്ങളെ കടന്നു വരികയാണ്. ഒരു മനുഷ്യന്റെ കർമ്മങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ദിവസങ്ങളാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസം. മഹാനായ ഇബ്നു അബ്ബാസ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, മാ മിൻ അയ്യാമുൽ അമലുസ് സാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ആദിഹിൽ അയ്യാം. ദുൽഹിജ്ജ 10 ദിവസങ്ങളിലെ കർമ്മങ്ങളാണ് മറ്റു ദിവസങ്ങളിൽ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ അല്ലാഹുവിന് ഇഷ്ടം. അതുപോലെ തന്നെ ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അഫ്ളലു അയ്യാമിദ് ദുനിയ അയ്യാമുൽ അശ്രി ദിൽ ഹിജ്ജ. ഇഹലോകത്തിലെ ദിനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിനമെന്ന് പറയുന്ന ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളാണ്. തീർന്നില്ല,
ഇബ്നു ഖുദാമ പറയുന്നുണ്ട്, അയ്യാമു അശ്റു ദിൽ ഹിജ്ജ കുല്ലുഹാ ശരീഫത്തും മുഫല്ലല. ദിൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ എന്ന് പറയുന്നത് ശ്രേഷ്ഠകരമാണ്. യുദാഇഫുൽ അമലു ഫീഹാ, അതിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഇരട്ടി പ്രതിഫലങ്ങൾ അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ 10 ദിവസത്തെ മഹത്വപ്പെടുത്താനുള്ള കാരണം? ഒരു കാരണം നമുക്കറിയാം. ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഹജ്ജ് എന്ന മഹത്തായ കർമ്മം നിർവഹിക്കാൻ വേണ്ടി ഒരുപാട് ജനലക്ഷങ്ങൾ ഹറമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദുൽഹിജ്ജ 8 യൗമു തർവിയ, ഹജ്ജ് ആരംഭിക്കുന്ന ദിവസം. ദുൽഹിജ്ജ 9 യൗമു അറഫ, അറഫ ദിനം. യൗമുൻ നഹർ, ദുൽഹിജ്ജ 10 ബലിയുടെ ദിവസം, ബലിപെരുന്നാളിന്റെ ദിവസം. ഈ ഹജ്ജിന്റെ കർമ്മങ്ങൾ ഈ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളിൽ വന്നു എന്നത് അതിന്റെ ഒരു പ്രത്യേകതയാണ്. രണ്ടാമത്തെ പ്രത്യേകത ഇബ്നു അജറുൽ അസ്കലാനി റഹിമഹുല്ലാഹ് പറയുന്നു, വല്ലദി യൽഹറു അന്ന അസ്സബബു ഫീ ഇംതിയാസി അശ്രി ദിൽ ഹിജ്ജ ലിമകാനി ഇജ്തിമാഇ ഉമ്മഹാത്തുൽ ഇബാദാത്ത്. ഈ 10 ദിവസങ്ങളിൽ ഉമ്മഹാത്തുൽ ഇബാദ, ആരാധനകളുടെ ഉമ്മഹാത്തുകൾ ഒരുമിച്ച് കൂടുന്നത് 10 ദിവസങ്ങളാണ്. ഏതാണ്? വഹിയ സ്വലാത്ത്. ഷഹാദത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് നമ്മൾ അംഗീകരിച്ചവരാ. ആ ആളുകൾ ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന ഒരു പ്രവർത്തനം വഹിയ സ്വലാത്ത്, നമസ്കാരമാണ്. വസ്സിയാം, നോമ്പ് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വസ്സകാത്ത്, ആ ദിവസങ്ങളിൽ ഹജ്ജ് ചെയ്യുന്നവരുണ്ട്, സകാത്ത് നിർവഹിക്കുന്നവരുണ്ട്. വൽ ഹജ്ജ, ഹജ്ജ് നിർവഹിക്കുന്നവരുണ്ട്. ഇസ്ലാം കാര്യങ്ങളിൽ എണ്ണിപ്പഠിപ്പിച്ച 5 കാര്യങ്ങളും ഉമ്മഹാത്തുൽ ഇബാദത്തുകൾ ഒരുമിച്ച് കൂടുന്ന 10 ദിവസമാണ്. ബാക്കി നിങ്ങൾ ഒരു വർഷത്തിലെ 10 ദിവസങ്ങൾ എടുത്തു നോക്കൂ, ഒരിക്കലും ഈ 5 കാര്യങ്ങൾ ഉമ്മഹാത്തുകൾ ഒരുമിച്ച് കൂടുകയില്ല. ഹജ്ജ് എന്തായാലും ഒഴിവാകും. നമസ്കാരവും നോമ്പും സകാത്തും ഷഹാദത്തും വന്നാൽ ഹജ്ജ് ഒരിക്കലും ഒരുമിച്ച് കൂടൂല. ഈ ദുൽഹിജ്ജയിലാണ് ഹജ്ജ് വന്നിട്ടുള്ളത്. അതാണ് ഈ 10 ദിവസങ്ങൾക്ക് ഇത്രയും പ്രത്യേകത കൊടുക്കാനുള്ള മറ്റൊരു കാരണം. ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദുൽഹിജ്ജ മാസം എന്ന് പറയുന്നത് ഹാജിമാർക്ക് മാത്രമുള്ള മാസമല്ല. പല ആളുകളും വിചാരിക്കുന്നത് അങ്ങനെയാ, ഹജ്ജിന് പോകുന്നുണ്ട്, അവർ ഹജ്ജ് നിർവഹിക്കുന്നുണ്ട്, നമ്മൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട്, ബലികർമ്മം നിർവഹിക്കുന്നുണ്ട്. അല്ല, ഈ 10 ദിവസത്തിന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രയധികം പ്രതിഫലം നൽകിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, വഖദ് സുഇല ഇബ്നു തൈമിയ, ഇബ്നു തൈമിയ റഹിമഹുള്ളയോട് ചോദിക്കപ്പെടുന്നുണ്ട് അൻ അശ്രി ദിൽ ഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളെ കുറിച്ച്. അദ്ദേഹം മറുപടി കൊടുക്കുന്നത് എന്തെന്നറിയുമോ? ഫഅജാബ, അദ്ദേഹം ഉത്തരം പറഞ്ഞു, അയ്യാമു അശ്രി ദിൽ ഹിജ്ജ അഫ്ളലു മിൻ അയ്യാമുൽ നശ്രി മിൻ റമളാൻ. റമദാനിലെ അവസാന 10 പകലുകളേക്കാൾ ശ്രേഷ്ഠമാണ് ദുൽഹിജ്ജയിലെ ആദ്യ ദിവസങ്ങളിലെ പകലുകൾ എന്ന് പറയുന്നത്. റമദാനിലെ പകലുകളേക്കാൾ ഏറ്റവും ശ്രേഷ്ഠകരമായ പകലുകളാണ് ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസത്തിലെ പകലുകൾ എന്ന് പറയുന്നത്. വലാകിൻ, പക്ഷേ, വല്ലയാലി അൽഅശ്റുൽ അവാഖിറു മിൻ റമദാൻ അഫ്ളലു മിൻ ലയാലി അശ്റു ദിൽ ഹിജ്ജ. പക്ഷേ ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസത്തെ രാത്രിയേക്കാൾ ഉത്തമമാണ് റമദാനിലെ അവസാനത്തെ 10 ദിവസത്തിലെ രാത്രി എന്ന് പറയുന്നത്. പകലിനെ വെച്ച് നോക്കുമ്പോൾ ദുൽഹിജ്ജയിലെ പകലാണ് ഏറ്റവും ഖൈർ. രാത്രി വെച്ച് നോക്കുമ്പോൾ റമദാനിലെ അവസാനത്തെ 10 രാത്രിയാണ് ഏറ്റവും ഖൈർ. കാരണം എന്താ? അവിടെ വിശുദ്ധ ഖുർആൻ അല്ലാഹു അവതീർണമാക്കിയിട്ടുണ്ട്. ഇബ്നു തൈമിയ റഹിമഹുള്ളയോട് ചോദിക്കപ്പെട്ടപ്പോ വിശദീകരിക്കുന്നത് ഇങ്ങനെയാ. അതുപോലെ തന്നെ മാമിൻ അമലിൻ അസ്കാ ഇൻദല്ലാഹി വലാ അഅ്ളമ അജ്റൻ മിൻ ഖൈരിൻ യഅമലുഹു ഫീ അശ്റിൽ അദ്ഹ. 10 ദിനങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെക്കാൾ അല്ലാഹുവിങ്കൽ സംശുദ്ധവും പ്രതിഫലാർഹവുമായ മറ്റൊരു കർമ്മങ്ങളില്ല. നമ്മളിപ്പോ നമസ്കരിച്ചു, സക്കാത്ത് നിർവഹിച്ചു, സ്വതക്ക നിർവഹിച്ചു, നോമ്പനുഷ്ഠിച്ചു, വിശുദ്ധ ഖുർആനിന്റെ പേജുകൾ പാരായണം ചെയ്തു.
അതിനാണ് ഏറ്റവും പ്രതിഫലം മറ്റുള്ള ദിനങ്ങളിൽ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ. അപ്പൊ ഹാജിമാർക്ക് മാത്രമുള്ള മാസമല്ല, ആ ഒരു തെറ്റിദ്ധാരണ നമ്മൾ മാറ്റിയ, നമ്മൾ കൂടുതൽ നന്മകളിൽ സജീവമാകേണ്ട, മത്സരിക്കേണ്ട ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഫഅക്സിറൂ ഫീഹിന്ന മിനത് തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ തഹ്ലീൽ അധികരിപ്പിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ നിങ്ങൾ ധാരാളമായി അധികരിപ്പിക്കേണ്ടതുണ്ട്. വത്തക്ബീർ, അല്ലാഹുവിനെ മഹത്വപ്പെടുത്തണം. അതുപോലെ തന്നെ വത്തഹ്മീദ്, അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ നിങ്ങൾ ധാരാളമായി പറയേണ്ടതുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഉൻ, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട 4 വാക്കുകളുണ്ട്. ഒന്ന് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അത് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയലാണ്, അല്ലാഹു അക്ബർ എന്ന് ഉരുവിടലാണ്, അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറയലാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കപ്പെടുകയാണ്, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ, രണ്ട് വാചകങ്ങളുണ്ട്. അത് നമ്മുടെ നാവിന് പറയാൻ വളരെ ലഘുവായിട്ടുള്ള വചനങ്ങളാണ്. ആ വചനത്തിന്റെ പ്രത്യേകത വഹബീബതാനി ഇലർ റഹ്മാൻ, നമ്മുടെ രക്ഷിതാവായ പരമകാരുണ്യകന് ഇഷ്ടപ്പെട്ട 2 വാചകങ്ങളാണ്. മാത്രമല്ല സഹോദരങ്ങളെ, സഹോദരിമാരെ, വസഖീലതാനി ഫിൽ മീസാൻ, നമ്മെ ആരും സഹായിക്കാനില്ലാത്ത ഒരു ലോകം നമുക്ക് വരാനുണ്ട്. നമ്മുടെ കർമ്മങ്ങൾ മാത്രം ഉപകാരപ്പെടുന്ന ആ ഒരു സമയത്ത് നമ്മുടെ തുലാസ് കനം തൂങ്ങാൻ കാരണമാകുന്ന 2 വാചകങ്ങളാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. ഈ ദിക്ർ നിങ്ങൾ അധികരിപ്പിക്കണം. അതുപോലെ തന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് കൻസും മിൻ കുനൂസിൽ ജന്ന. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുന്ന ചെറിയ ദിക്ർ ഉണ്ടല്ലോ, അത് സ്വർഗ്ഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ ദിക്റുകളും ദുആകളുമെല്ലാം അധികരിപ്പിക്കേണ്ട മാസമാണ്, 10 ദിവസമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ഇബ്നു ഉമർ, അബൂ ഹുറൈറ എന്നീ ആളുകൾ ഈ 10 ദിനങ്ങളിൽ അങ്ങാടികളിൽ പോയി ഉച്ചത്തിൽ തക്ബീർ മുഴക്കുകയും ആളുകൾ ഇത് കേട്ട് ഏറ്റുചൊല്ലുകയും ചെയ്യുമായിരുന്നു. അപ്പൊ അല്ലാഹുവിനെ നമ്മൾ സ്തുതിക്കുക, അൽഹംദുലില്ലാഹ് പറയാ. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ് പറയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ, അല്ലാഹു അക്ബർ എന്ന് പറയാ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മറ്റുള്ള ഇബാദത്തുകളിൽ നമ്മൾ സജീവമാകുക. വകാന സഈദ് ഇബ്നു ജുബൈർ അദ്ദേഹത്തെ പറ്റി പറയുന്നു, ഇദാ ദഖല അയ്യാമുൽ അശ്ർ, ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ കടന്നു വന്നാൽ ഇജ്തഹദ ഇജ്തിഹാദുൻ ശദീദുൻ ഹത്താ മാ യകാദു യഖ്ദിറു അലൈഹി. ഈ 10 ദിവസങ്ങൾ കടന്നു വരുമ്പോ താബികളിൽ പ്രമുഖനായ സഈദ് ഇബ്നു ജുബൈർ തനിക്ക് കഴിയില്ല എന്ന് തോന്നുമാറ് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുമായിരുന്നു. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സൽക്കർമ്മ വർദ്ധിപ്പിക്കുന്നത് ചിലപ്പോൾ റമദാനിലായിരിക്കും. ഈ 10 ദിവസങ്ങളിൽ, റമദാനൊക്കെ കഴിഞ്ഞു വരുന്ന ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളിൽ നമസ്കരിച്ച് ഖുർആൻ പാരായണം ചെയ്ത് നോമ്പനുഷ്ഠിച്ച് തനിക്ക് കഴിയില്ല എന്ന് തോന്നുമാറ് ക്ഷീണിക്കും വരെ അദ്ദേഹം ഇബാദത്തുകൾ അനുഷ്ഠിച്ചിരുന്നു. ഫസ്തബിഖുൽ ഖൈറാത്ത്, നിങ്ങൾ നന്മകളിൽ മുന്നേറണം. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്. അല്ലാഹുവിലേക്കുള്ള പാപമോചനത്തിലേക്കും ഭൂമികളെക്കാൾ വിസ്തൃതിയുള്ള സ്വർഗത്തിലേക്കും നിങ്ങൾ മത്സരിക്കണം എന്ന് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയുണ്ടെങ്കിൽ നന്മകളിൽ മുന്നേറേണ്ട സമയമാണ്. അതുപോലെ തന്നെ മറ്റൊരു സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടത്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു തിസ്അദുൽ ഹിജ്ജ, ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 9 ദിവസങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പനുഷ്ഠിക്കുമായിരുന്നു. പല ആളുകളും 9 എന്ന് പറയുമ്പോൾ 9 മാത്രം എന്ന് പറയുന്നവരുണ്ട്. വേണമെങ്കിൽ ഈ 9 ദിവസവും നമുക്ക് നോമ്പനുഷ്ഠിക്കാം.
ഒമ്പതാമത്തെ ദുൽഹിജ്ജ 9 യൗമ അറഫ. അത് പ്രത്യേകം പ്രവാചകൻ എടുത്തു പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ അറഫയുമായി വിശദീകരിക്കുന്നുണ്ട്. യൗമ അറഫ ഫഖാല യുകഫിറു സനത്തുൽ മാദിയ വൽ ബാഖിയ. ദുൽഹിജ്ജ 9 അറഫ ദിവസത്തിലെ നോമ്പ് നമ്മൾ അനുഷ്ഠിച്ചാൽ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ വർഷത്തിലെ പാപങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു തരും. നമുക്കൊരു വർഷത്തിൽ എത്ര ഓഫറാണ് അല്ലാഹു നമുക്ക് നൽകുന്നത്. മുഹറത്തിൽ നോമ്പ് പഠിപ്പിക്കപ്പെട്ടു, അതുപോലെ തന്നെ അറഫയിൽ നോമ്പ് പഠിപ്പിക്കപ്പെട്ടു. റമദാനിൽ ഓരോ സമയത്തും അല്ലാഹു ഇന്ന നോമ്പ് അനുഷ്ഠിച്ചാൽ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങളൊക്കെ നിങ്ങൾക്ക് പുറത്തു തരും എന്ന് അല്ലാഹു ഇങ്ങനെ ഓഫർ തരിക നമുക്ക്. അത് സുന്നത്തായ കർമ്മത്തിലൂടെ യൗമ അറഫ. അത് പറയാനുള്ള കാരണം മാ മിൻ യൗമിൻ അക്സറ മിൻ അയുഅതിഖ അല്ലാഹു ഫീ അബ്ദൻ മിനൻ നാർ യൗമ അറഫ. അല്ലാഹു ഏറ്റവും കൂടുതൽ ആളുകൾ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്നത് അറഫ ദിനത്തിലാണ്. അതിന്റെ പ്രത്യേകതയും പ്രാധാന്യവും ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. ഹജ്ജിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗം അറഫയാണ്. അറഫയിൽ സംഗമിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്ന ദിവസമാണ് അറഫ ദിവസം. അന്ന് ഹാജിമാർ അല്ലാഹുവിലേക്ക് കൈയുയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ റബ്ബിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് ഖേദിച്ചു മടങ്ങുകയാണ്. ആ ദിവസം നമ്മൾ നോമ്പനുഷ്ഠിക്കണം. നമ്മൾ ചെയ്ത പാപങ്ങൾ റബ്ബിനോട് ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് റബ്ബിലേക്ക് നിഷ്കളങ്കമായി നമ്മൾ മടങ്ങണം. ആ ദിവസം അല്ലാഹു നരകത്തിൽ നിന്ന് കൂടുതൽ ആളുകളെ മോചിപ്പിക്കുന്ന ദിവസമാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഖുർആൻ പാരായണം നമ്മൾ സജീവമാക്കുക, സ്വദഖ അധികരിപ്പിക്കുക, തൗബയും ഇസ്തിഗ്ഫാറും അധികരിപ്പിക്കുക. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅൻ വലൗ അൻ തൽഖാ അഖാക ലിവജ്ഹിൻ ത്വൽഖ്. നന്മകളിൽ ഒന്നിനെ നീ നിസ്സാരമായി കാണരുത്. പ്രസന്നമായ മുഖവുമായി നിന്റെ സഹോദരനെ നീ കണ്ടുമുട്ടുന്നത് പോലും അത് പ്രതിഫലമാണെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുൽഹിജ്ജ എന്ന് പറയുന്ന ഈ പവിത്രമായ മാസം നമ്മിലേക്ക് സമാഗതമാകുകയാണ്. അതിലേറ്റവും ശ്രേഷ്ഠകരമായ ആദ്യത്തെ 10 ദിവസം ഹജ്ജിന്റെ കർമ്മങ്ങളടക്കം ബലിപെരുന്നാളടക്കം ഉൾക്കൊള്ളുന്ന ആ 10 ദിവസം നമ്മൾ വെറുതെ നടക്കാനുള്ളതല്ല. പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ മാത്രം, പർച്ചേസിങ്ങിന് മാത്രം ഉപയോഗപ്പെടുത്താനുള്ളതല്ല. നമ്മൾ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള സമയമാണ്. അതാണ് പ്രവാചകന്റെ ജീവിതത്തിലും സഹാബത്തിന്റെ ജീവിതത്തിലും താബിഈകളുടെ ജീവിതത്തിലും തബഅ താബിഈകളുടെ ജീവിതത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഫസ്തബിഖുൽ ഖൈറാത്ത്, നന്മകളിൽ നമ്മൾ മുന്നേറുക. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളുടെ പ്രത്യേകതയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. നമ്മൾ രണ്ടാമത്തെ ഖുതുബയിൽ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാർത്ഥനയടക്കം പല കാര്യങ്ങളും ഓർമ്മപ്പെടുത്താറുണ്ട്. ഇന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും അറിയാകുന്നതാണ്, ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന് മാത്രം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, പാപമോചനങ്ങളുടെ നേതാവ് എന്നാണ് ആ പ്രാർത്ഥന അറിയപ്പെടുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. ചെറിയൊരു പ്രാർത്ഥനയാണ് അത്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നാണ് ആ പ്രാർത്ഥന അറിയപ്പെടുന്നത്. പാപമോചനങ്ങളുടെ നേതാവ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, അൻത റബ്ബി, നീ എന്റെ രക്ഷിതാവാണ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ആരാധ്യനില്ല. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന പല പ്രാർത്ഥനകളുടെയും മഹത്വം, അതായത് പ്രാധാന്യം എന്താണെന്നറിയാം. അതിലൊക്കെ തൗഹീദിന്റെ വചനങ്ങൾ ഉണ്ടാവും. നീ എന്റെ റബ്ബാണ്, നീ അല്ലാതെ ആരാധ്യനില്ല. ഖലഖ്തനി, നീയാണ് എന്നെ സൃഷ്ടിച്ചവൻ.
വഅന അബ്ദുക്, ഞാൻ നിന്റെ അടിമ മാത്രമാണ്. വഅന അലാ അഹദിക വവഅദിക മസ്തതഅതു, നിന്നോട് ഞാൻ ചെയ്ത കരാറും വാഗ്ദാനവും എന്റെ കഴിവിനാൽ ഞാൻ നിറവേറ്റും, അംഗീകരിക്കും. അഊദു ബിക മിൻ ശർരി മാ സനഅതു, ഞാൻ ചെയ്ത എല്ലാ തിന്മകളിൽ നിന്നും രക്ഷ ചോദിക്കുന്നു റബ്ബേ. അബൂഉ ലക ബിനിഅമതിക അലയ്യ, നീ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ ഞാൻ ഓർക്കുകയാ, അത് അംഗീകരിക്കുകയാ. വഅബൂഉ ലക ബിദംബി, അതുപോലെ തന്നെ ഒരുപാട് തിന്മകൾ പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, ഞാൻ ഖേദിക്കുകയാണ്, എനിക്ക് പുറത്തു നൽകണം. ഫഗ്ഫിർലി, റബ്ബേ എന്റെ പാപങ്ങൾ നീ കരിച്ചു കളയണമേ, പുറത്തു കളയണമേ. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, പാപങ്ങൾ പൊറുക്കാൻ നീയല്ലാതെ മറ്റാരുമില്ല എന്ന വളരെ പ്രസക്തമായ മഹത്വമായ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലിയാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച പ്രതിഫലം, വമൻ ഖാലഹാ മിനൻ നാരി മൂഖിനൻ ഫമാത മിൻ യൗമിഹി ഖബ്ല യുംസി ഫഹുവ മിൻ അഹ്ലിൽ ജന്ന വമൻ ഖാലഹാ മിനൽ ലൈലി വഹുവ മൂഖിനൻ ബിഹാ ഫമാത ഖബ്ല അൻ യുസ്ബിഹ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന. രാത്രി വൈകുന്നേരം ഈ പ്രാർത്ഥന ഒരാൾ ചൊല്ലി രാവിലെ ആകുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ അദ്ദേഹം സ്വർഗ്ഗത്തിലാണ്. ഇനി രാവിലെ ഒരാൾ ഈ പ്രാർത്ഥന ചൊല്ലി വൈകുന്നേരമാകുന്നതിന് മുമ്പ് മരണപ്പെട്ടാലോ അയാൾ സ്വർഗ്ഗത്തിലാണ്. ഒരു ദിവസം 24 മണിക്കൂറിൽ ഏത് സമയവും ശ്രദ്ധിക്കണം കേട്ടോ, പല പ്രാർത്ഥനകളും നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്വർഗ്ഗപ്രവേശനത്തിന് കാരണമായ പ്രാർത്ഥനകൾ. വുളൂഹിന് ശേഷമുള്ള പ്രാർത്ഥന, നമസ്കാര ശേഷം ആയത്തുൽ കുർസി ചൊല്ലിയാൽ, ഈ ഒരു പ്രാർത്ഥനയുടെ പ്രത്യേകത നോക്കൂ നിങ്ങൾ, രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട കാര്യം മാത്രമേ ഉള്ളൂ, 1 മിനിറ്റ് പോലും വേണ്ട. അത് ചൊല്ലി ഒരു ദിവസത്തിന്റെ ഏത് സമയത്ത് മരണപ്പെട്ടാലും നമ്മൾ അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിലാണ്. അപ്പൊ ഈ പ്രാർത്ഥന ഇൻഷാ അല്ലാഹ് അറിയുന്നവരുണ്ടാവും, അറിയാത്ത ആളുകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുക, അത് പ്രാവർത്തികമാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ സഹോദരങ്ങളെ, മുന്നത്തെ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ സലഫി മസ്ജിദിന് കീഴിൽ മദ്രസ ഇൻഷാ അല്ലാഹ് ആരംഭിക്കുന്ന കാര്യം. അപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ മക്കളെ നല്ല നല്ല സ്കൂളുകളിലേക്ക് മാറ്റി ചേർത്തിട്ടുണ്ടാകും, പുതിയ മക്കളെ നമ്മൾ ചേർത്തിട്ടുണ്ടാകും, ആ സ്കൂളിന്റെ ക്വാളിറ്റി നോക്കിയിട്ടുണ്ടാകും, അവർക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി ഒക്കെ നമ്മൾ നോക്കിയിട്ടായിരിക്കും അതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതായത് ഭൗതിക വിദ്യാഭ്യാസത്തിന് നമ്മൾ അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ കൂടെ എന്റെ മക്കൾക്ക് ആത്യന്തികമായിട്ടുള്ള അറിവ്, ഇസ്ലാമിനെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച്, പ്രവാചകനെ കുറിച്ചുള്ള അറിവ് ഞാൻ നൽകിയിട്ടുണ്ടോ? ഇദാ മാത്തൽ ഇൻസാൻ ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്, ഒരാൾ മരിച്ചാൽ 3 കാര്യങ്ങൾ അവന് ഉപകാരപ്പെടും. സദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന സദഖയാണ്. ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമാകുന്ന അറിവാണ്. പിന്നെ പറഞ്ഞു വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകൻ, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകൾ. അങ്ങനെയുള്ള മകനെയാണോ മകളെയാണോ നമ്മൾ വാർത്തെടുത്തിട്ടുള്ളത്? സഹോദരങ്ങളെ, ഇന്ന് വാർത്താ ചാനലുകൾ കാണാൻ പറ്റാത്തൊരവസ്ഥയാ, കേൾക്കാൻ പറ്റാത്തൊരവസ്ഥയാ. പിഞ്ചു മക്കൾ മുതൽ സ്ത്രീകളടക്കം യുവതികളും യുവാക്കളും അടക്കം അരാജകത്വങ്ങളിലും അധാർമിക പ്രവർത്തനങ്ങളിലും പ്രത്യേകിച്ച് ലഹരിയിലും ഒക്കെ പെട്ടുപോകുന്ന ഒരു കാലം. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളൊക്കെയാ ഇതിന്റെ കെണിയിലകപ്പെട്ടു പോകുന്നത്. അവിടെ നമ്മൾ അത്തരം പ്രവർത്തനങ്ങളിലേക്ക്, തിന്മകളിലേക്ക് അവർ പോകാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് അവർക്ക് പറഞ്ഞു കൊടുക്കുക, പ്രവാചകനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുക, ഇസ്ലാമിന്റെ ആദർശം എന്തെന്ന് അവരെ പഠിപ്പിക്കുക. നമ്മുടെ ഉത്തരവാദിത്തം. പല രക്ഷിതാക്കളും അവന്റെ ഇഷ്ടപ്രകാരം, അവളുടെ ഇഷ്ടപ്രകാരം നടന്നോട്ടെ, ഞാൻ ഉത്തരവാദിയല്ല, പക്ഷേ കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പള്ളിയുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ആളുകളോട് അതുമായി ചോദ്യം ചെയ്യപ്പെടും. ഒരു സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആളുകൾ, ഒരു രാജ്യത്തിന്റെ, അതുപോലെ തന്നെ ഒരു കുടുംബത്തിൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ആളുകളാ ഒരു മാതാവും പിതാവും. മക്കൾ എന്ത് ചെയ്യുന്നു? പള്ളിയിലേക്ക് മക്കൾ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ പറയും അവരെ ഉറങ്ങിക്കോട്ടെ, സുബഹിക്കൊക്കെ പ്രത്യേകിച്ച് വരുമ്പോ
അവനും അള്ളയിക്കോളും. ഒരാഴ്ച വിളിച്ചു, വരുന്നില്ല, വരൂല, വിളിച്ചുകൊണ്ടേയിരിക്കണം. തർബിയത്ത് തുടർന്നുകൊണ്ടേയിരിക്കണം. അതാണ് തർബിയത്തിന്റെ പ്രത്യേകത. ഇന്നും നാളെ മക്കൾ നന്നാവൂല, പ്രത്യേകിച്ച് ലഹരിയൊന്നും അവർ അവസാനിപ്പിക്കൂല. തുടർച്ചയായ തർബിയത്ത്, തുടർച്ചയായ ഉത്ബോധനത്തിലൂടെ മാത്രമേ അവരെ നമുക്ക് മാറ്റാൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ അവർ അതിന്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടും. ഉത്തരം പറയേണ്ടത് നമ്മളായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ മദ്രസകളിലൂടെ പഠിപ്പിക്കുന്നത് ആ ധാർമ്മിക വിദ്യാഭ്യാസമാണ്. മറ്റേത് വിദ്യാഭ്യാസം എന്ത് നേടിയാലും മരണത്തിന്റെ തീയതി അള്ളാഹു കുറിച്ച ആ ഒരു ദിവസമുണ്ടല്ലോ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാവരും നമ്മളെ കൊണ്ടുപോയി തസ്ബീത്ത് ചൊല്ലി 3 പിടി മണ്ണ് വാരി നമ്മളെ ഖബറിലേക്കിട്ട് മൂടുന്ന സമയത്ത് നമുക്ക് ഉപകാരപ്പെടുന്നത് ഈ മതവിദ്യാഭ്യാസമാണ്. അവിടെ ഭൗതിക വിദ്യാഭ്യാസം എത്ര ലക്ഷങ്ങൾ കൊടുത്ത് നേടിയാലും ഉപകാരപ്പെടൂല. ഈ ദുനിയാവിൽ നമുക്ക് ഉപകാരപ്പെടും, ജോലി വേണം, ഭൗതിക വിദ്യാഭ്യാസം വേണം, അതിനൊന്നും എതിർക്കുന്നില്ല. അതിന്റെ കൂടെ ആത്യന്തികമായ അറിവ് നമ്മൾ നേടിയിട്ടില്ല എങ്കിൽ, ഒരുപക്ഷെ നമ്മൾ മരണപ്പെട്ടു പോയാൽ, നമ്മുടെ മക്കൾ യഥാർത്ഥ സ്വാലിഹീങ്ങളാണെങ്കിൽ അവരുടെ ഒരു പ്രാർത്ഥന കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടേക്കാം. അവരുടെ ഒരു പ്രാർത്ഥന കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടേക്കാം. അത്തരം മക്കളെ നമ്മൾ വാർത്തെടുക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് മദ്രസയുടെ ഉദ്ഘാടനം ജൂൺ 1 ഇൻഷാ അല്ലാഹ് നിർവഹിക്കപ്പെടുകയാണ്. അപ്പൊ 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലേക്കൊക്കെ ഉള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മുടെ മക്കളെ ആരെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവർ ഇൻഷാ അല്ലാഹ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് നമ്മുടെ മക്കളെ അതിൽ ചേർപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വാലിഹീങ്ങളായ മക്കളെ ഇഹലോകത്തും പരലോകത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് നാം നിർവഹിക്കുന്ന അമലുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഖബർ ശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ.